കയർ തൊഴിലാളികളുടെ കൂലി 260 രൂപയിൽ നിന്ന് 300 രൂപയാക്കി വർദ്ധിപ്പിച്ചുവെന്ന് കയർ മന്ത്രി അടൂർ പ്രകാശ്. മാർച്ച് 1 മുതൽ പുതുക്കിയ കൂലി നിലവിൽ വരുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. കയർ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴയിൽ കയർ സൊസൈറ്റികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഗവൺമെന്റ് അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് പിരിമേഖലയിലെ തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന കൂലി 150 രൂപയായി. അത് വർദ്ധിപ്പിച്ച് ഇൻകം സപ്പോർട്ട് സ്കീം കൂടി നടപ്പാക്കിക്കൊണ്ടാണ് 260 രൂപയായി ഉയർത്തിയത്. ഇന്നത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 260 എന്നുള്ളത് പിരിമേഖലയിലെ തൊഴിലാളികൾക്ക് 300 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കിട്ടിയ വേതനത്തിന്റെ ഇരട്ടി വേതനമാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ചകിരിനാരിന്റെ ഉൽപാദനത്തിന് ശാശ്വത പരിഹാരം എന്ന നിലയിൽ അടുത്ത സാമ്പത്തിക വർഷം പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പറഞ്ഞ മന്ത്രി, തൊണ്ട് സംഭരണം കാര്യക്ഷമമാക്കുന്നതിനായി കൂടുതൽ തൊണ്ട് സംഭരിക്കുന്നവർക്ക് ഇൻസെന്റീവ് ഇനത്തിൽ അധിക സാമ്പത്തിക സഹായം നൽകുന്ന പ്രോജക്ട് സർക്കാർ രൂപീകരിക്കുമെന്നും അറിയിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രോജക്ട് തയ്യാറാക്കാൻ കയർ വകുപ്പ് സെക്രട്ടറി റാണി ജോർജ് അടങ്ങുന്ന സംഘത്തെ മന്ത്രി ചുമതലപ്പെടുത്തി. തൊണ്ട് തള്ളുന്ന ഡീഫൈബറിംഗ് യന്ത്രം കയർ സംഘങ്ങൾക്ക് വിതരണം ചെയ്യണമെന്ന ആവശ്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി അറിയിച്ചു. ആലപ്പുഴ ആർക്കാഡിയ റീജൻസിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കയർ സെക്രട്ടറി റാണി ജോർജ്, കയർ കോർപ്പറേഷൻ MD രാജേന്ദ്ര പ്രസാദ്, മഥനൻ, DCC പ്രസിഡന്റ് A. ശുക്കൂർ തുടങ്ങിയവർ പങ്കെടുത്തു.